നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഹാപ്പിയായി ജീവിക്കുകയാണ്. അതിനിടയിൽ എക്സ് ലവർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ? ഹായ്, ഐ എം ഷെവിബ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എക്സ് ലവർ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് ചെയ്യുന്ന വ്യക്തി അവിടെ ചിന്തിക്കുന്നത് ഞാൻ വലിയ തെറ്റൊന്നും അല്ലല്ലോ ചെയ്യുന്നത്, പോരാത്തതിന് ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളും ഇല്ല, അപ്പൊ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് അവർ മെസ്സേജ് അയക്കുന്നത് അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വ്യക്തി അവിടെ ചിന്തിക്കുന്നത്. ആക്ച്വലി നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് നമ്മൾ ഹൈഡ് ചെയ്യണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചീറ്റിംഗ് തന്നെയാണ്. അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലോട്ട് തന്നെ പോകണമെന്നില്ല, അല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങളും ചീറ്റിംഗ് തന്നെയാണ്. നമ്മൾ അവരവിടെ കാണുന്നതും സംസാരിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും എല്ലാം ഒരു ചീറ്റിംഗ് തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ ആ ഒരു എക്സ് ലവർ ആയിട്ടുള്ള കോണ്ടാക്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക തന്നെയാണെങ്കിൽ നമ്മുടെ കറന്റ് പാർട്ട്ണറായിട്ട് നമ്മൾ അവരെ കമ്പയർ ചെയ്തെന്ന് വരാം. അറ്റ് ദ സെയിം ടൈമിൽ നമ്മുടെ കറന്റ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ നമ്മുടെ എക്സ് ലവറിലോട്ട് തിരിച്ച് അല്ലെങ്കിൽ അവരിലോട്ട് ഡിപ്പെൻഡൻ്റ് ആയി പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. So when a past relationship ends, it's important to leave it behind. Bringing those issues into a current relationship can cause many problems and potentially spoil it. So once ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആയി പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. So it's best to leave your past relationship in the past. If you keep messaging your ex-lover, it can spoil your marriage life. So take care. Okay, bye.